ഇന്ന് ഒരു പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, ജിതിൻ പറഞ്ഞു. സ്നാക്സ് കുറച്ചുകൊണ്ട് ചോദിച്ചു, എവിടേക്കാ? മിക്ക സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞതല്ലേ? ഫാത്തിമ ചിരിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ സർപ്രൈസ്. ദുബായിലെ 2ാം യാത്രയാണ്. കഴിഞ്ഞ യാത്രയിൽ തണുപ്പ് ഏറെ ഉണ്ടായിട്ടും മിക്കയിടങ്ങളിലും ഞങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായില്ല. യാത്ര തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ബീന പറഞ്ഞു, ഇത് കണ്ട ഇടം തന്നെ, പാം ജുമൈറ. റോഡ് കണ്ടപ്പോൾ മനസ്സിലായി. ജിതിനും ഫാത്തിമയും പരസ്പരം നോക്കി മന്ദസ്മിതം തൂകി. മുത്തശ്ശി എല്ലാം പഠിച്ചല്ലോ, ഐറയുടെ വക കമൻറ്റ്. അപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. ശരിയാണ്, പാം ജുമൈറയിലേക്കുള്ള തന്നെയാണ് യാത്ര. ഒറ്റ വ്യത്യാസം, അന്ന് പകൽ സമയത്തായിരുന്നു. ഇനി രാത്രി സമയത്തെ കാഴ്ചകളാവും. അതും രസകരം തന്നെ. ദുബായിൽ രാത്രി കാഴ്ചകളാണല്ലോ കൂടുതൽ വിസ്മയകരം. പാർക്കിങ്ങിലേക്ക് കാർ തിരിച്ചപ്പോൾ മുകളിൽ കൂടി കടന്നു പോകുന്ന മോണോ റെയിൽ പാത കണ്ടു. അറ്റ്ലാന്റിസ് ഭാഗത്തേക്കുള്ള മോണോ റെയിലാണ്. പാം ജുമൈറയിലെ ലക്ഷറി ഹോട്ടലാണ് അറ്റ്ലാന്റിസ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പാം ജുമൈറയെക്കുറിച്ച് പറഞ്ഞിരുന്നു. മനുഷ്യനിർമ്മിതമായ ഒരു ദ്വീപ് ഇത്തരമൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയവരുടെ ഭാവനാവിലാസം സമ്മതിച്ചേ തീരൂ. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ദുബായിയുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനം എണ്ണയല്ല. അവരുടെ ദീർഘവീക്ഷണത്തിൻ്റെ ബാക്കി പത്രമാണ് പാം ജുമൈറയും വികസിച്ചതും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ഇപ്പോൾ ഈ രാജ്യത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എംആർ, നഖീൽ, ദുബായ് ഹോൾഡിംഗ്, ശോഭ, നിഷാൻ, അൽഫുടൈം എന്ന് തുടങ്ങി വ്യത്യസ്ത റിയൽ എസ്റ്റേറ്റ് ശൃംഖലകൾ ദുബായിലെ അമ്പരചുംബികൾക്ക് വളമേകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പാം ജുമൈറയിൽ പനയുടെ ഇല പോലുള്ള ഒരാകൃതിയിൽ 14 ശാഖകളിലായി ആയിരക്കണക്കിന് രമ്യഹർമ്മ്യങ്ങളാണ് പാം ജുമൈറയിൽ നഖീൽ ഒരുക്കിക്കളഞ്ഞത്. ലോകത്തിലെ അതിസമ്പന്നർക്കൊക്കെ പാം ജുമൈറയിൽ ആർഭാട വസതികളുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഷാരൂഖ് ഖാനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ മുകേഷ് അംബാനിക്ക് ആൻറ്റില എന്നു പേരുള്ള ഒരു വില്ലയുണ്ട്. 650 കോടിയോളം രൂപയാണ് അതിൻ്റെ വില. 15,000 കോടി രൂപയാണ് വില്ലയും സ്ഥലവും കൂടിയുള്ള വില. നമുക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഈ വില്ലയിൽ 10 ബെഡ്റൂമുകളും 2 സ്വിമ്മിംഗ് പൂളുകളും ഉണ്ടത്രേ. 70 മീറ്റർ ഫ്രണ്ടേജുള്ള ബീച്ചും ഇതിൽപ്പെടും. അതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? ലോകത്തിലെ അതിസമ്പന്നരുടെ കൂട്ടത്തിൽ $90 ബില്യൺ ഉള്ള മുകേഷ് അംബാനിയാണല്ലോ $4 ബില്യൺ ആസ്തിയുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന ദുബായ് രാജാവിനേക്കാളും കേമൻ. അതേക്കുറിച്ചാണ് പോലും നമ്മുടെ രത്തൻ ടാറ്റ മുകേഷ് അംബാനിയെ ഒരിക്കൽ ട്രോളിയത്. നമ്മളൊക്കെ 1500-2000 സ്ക്വയർ ഫീറ്റിൽ ആർഭാട വസതികൾ ഒരുക്കുമ്പോൾ മുകേഷ് അംബാനിയുടെ വീടിൻ്റെ വലിപ്പം 33,000 ചതുരശ്ര അടിയാണ്. നേരത്തെ സൂചിപ്പിച്ച 70 മീറ്റർ ബീച്ച് വേറെയും. പാം ജുമൈറയിലെ ബീച്ചിന് ലോകത്തിലെ ഏറ്റവും ഉന്നത അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് ഗ്ലോബൽ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലോകത്തിലെ 8 ബീച്ചുകൾക്ക് മാത്രമേ ഈ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളൂ പോലും. ഒരു കെട്ടിട സമുച്ചയത്തിലേക്കാണ് ജിതിനും ഫാത്തിമയും ഞങ്ങളെ ആനയിച്ചത്. ഉള്ളിൽ കടന്നപ്പോൾ ഇടനാഴിയിലൂടെ അകലെ അറ്റ്ലാന്റിസിൻ്റെ ഐക്കണുകൾ കണ്ടപ്പോൾ ബീന മന്ത്രിച്ചു, ഇത് പാം ജുമൈറ അല്ലല്ലോ. അല്ല, ജിതിൻ പറഞ്ഞു, ഇതാണ് പോയിൻ്റ്. ഫാത്തിമ പൂരിപ്പിച്ചു, ആ കാണുന്നത് പാം ജുമൈറയിലെ ഹോട്ടൽ സമുച്ചയം. അക്കരെ ഇക്കരെ എന്ന് പറഞ്ഞ മട്ടിലായിരുന്നു കാര്യങ്ങൾ. വിസ്തൃതമായ ഒരു ജലാശയത്തിൻ്റെ കരയിലെ
എൻ്റർടൈൻമെൻറ്റ് കോംപ്ലക്സിലായിരുന്നു ഞങ്ങൾ. അക്കരെ അറ്റ്ലാന്റിസിൻ്റെ പ്രതിച്ഛായ ഓളപ്പാത്തികളിലൂടെ ഞങ്ങളുടെ സമീപത്തെത്തി. അതിമനോഹരമായ ആ കാഴ്ച കണ്ടപ്പോൾ ചിത്രങ്ങളിലൊക്കെ രാത്രി കാഴ്ചകളിൽ കാണുന്ന താജ്മഹലിൻ്റെ ബിംബം മനസ്സിൽ മിന്നി. നേരിട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും താജ്മഹലിൻ്റെ പൊലിമയേക്കാളും തിളങ്ങുന്ന അറ്റ്ലാന്റിസിൻ്റെ ജലബിംബം ഒരു പെയിൻറ്റിങ് പോലെ മനസ്സിൽ അനുഭൂതികൾ ഉണർത്തി. കാഴ്ചയുടെ ശാന്തമായ ഒരനുഭൂതി. നിലാവുള്ള രാത്രിയിൽ ഈ തീരത്തിരുന്നാൽ കവിത അറിയാതെ വന്നുപോകും. ഹോട്ടൽ ശൃംഖലകളിലെ ആ പടിക്കെട്ടുകളിൽ ഐറയും റെയ്റ്റനും കുസൃതികൾ കാട്ടുമ്പോൾ നീലിമയാർന്ന ജലപ്പരപ്പിലെ പ്രതിബിംബങ്ങൾ ആവോളം ആസ്വദിക്കുകയായിരുന്നു ഞാൻ. പോയിന്റിൽ മുൻപ് ഫൗണ്ടനുകൾ ഉണ്ടായിരുന്നു, ലോക നിലവാരത്തിലുള്ള ഫൗണ്ടനുകൾ. പോയിന്റിനെ ആകെ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി അവയുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ദുബായ് മാളിനേക്കാളും ഉയരമുണ്ടായിരുന്ന ഈ ഡാൻസിംഗ് ഫൗണ്ടനുകൾ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരുന്നായിരുന്നു പോലും. അവയെ നിർത്തലാക്കിക്കൊണ്ട് പാം ക്രൗൺ എന്ന ഒരു ബൃഹത് പദ്ധതിയാണ് നഖീൽ എന്ന ഡെവലപ്പർ വിഭാവനം ചെയ്യുന്നത്. 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു പ്രോമിനേഡ് എത്തരത്തിലാകും രൂപാന്തരപ്പെടുക എന്ന് കുറച്ചു കാലം കഴിഞ്ഞ് വ്യക്തമാകും. വരമഞ്ഞൾ ചാർത്തിൻ്റെ രേണുക്കൾ നീലത്തടാകത്തിലെ ജലബിന്ദുക്കളെ ഉമ്മവയ്ക്കുമ്പോൾ ചന്ദന നിറമുള്ള സ്വർണക്കുഞ്ഞോളങ്ങൾ നമ്മളെ മാടി വിളിക്കുന്ന അവാച്യമായ ഓർമ്മകളിൽ മുങ്ങി ഞങ്ങൾ മടങ്ങുമ്പോൾ രാത്രി 11:30 മണി. പോയിന്റ് ഇവിടെ പൂർണ്ണമാകുന്നു.